3 വർഷമായി ഞങ്ങൾ ഇപ്പോൾ 3 ലക്ഷത്തിലധികം ഭക്ഷണപ്പൊതികൾ, സൗജന്യ ഭക്ഷണപ്പൊതികൾ ഞങ്ങൾ കൊടുത്തു. തൃശ്ശൂർ മാത്രം? തൃശ്ശൂർ പടിഞ്ഞാറോട്ട ഭാഗത്ത് നമ്മളൊരു രാത്രി ഒരു 7:30 സമയത്ത് ഇങ്ങനെ പാസ് ചെയ്യുന്ന ടൈമിൽ കുറേ ആളുകൾക്ക് ഇങ്ങനെ ഭക്ഷണം വരി നിന്ന് ക്യൂ നിന്നിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഞങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം തരാറുണ്ട്. അപ്പോൾ അതിങ്ങനെ അവരാണ് ഞങ്ങൾക്ക് ഈ ഭക്ഷണം തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇവർ അടുത്തൊരു ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം, അന്നത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊരു സഹായമാവുമല്ലോ. അപ്പോൾ ബാക്കി ഒരു വണ്ടി നിർത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കട്ടാ. തുമ്പള്ളിയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. കഴിഞ്ഞ 3 വർഷക്കാലമായി ഞങ്ങൾ ഈ നഗരത്തിൽ വിശക്കുന്ന അത്താഴപ്പട്ടിണിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് 3 വർഷത്തിലധികമായി ഇപ്പോൾ ഞങ്ങൾ 4-ാം വർഷത്തിൽ കിടക്കുകയാണ്. വിശക്കുന്ന മനുഷ്യൻ്റെ അവകാശമാണ് ഭക്ഷണം. അത് ആ മനുഷ്യന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഭക്ഷണം ലഭ്യമാക്കുക എന്നാണ് സമൂഹത്തിൻ്റെ കടമയാണ്. ആ സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് യെസ് ഇന്ത്യ ഫൗണ്ടേഷൻ. ഞങ്ങളെ സംബന്ധിച്ച് 3 വർഷമായി ഞങ്ങൾ ഇപ്പോൾ 3 ലക്ഷത്തിലധികം ഭക്ഷണപ്പൊതികൾ, സൗജന്യ ഭക്ഷണപ്പൊതികൾ ഞങ്ങൾ കൊടുത്തു. തൃശ്ശൂർ മാത്രം? ഇപ്പോൾ തൃശ്ശൂർ മാത്രമല്ല, പാലക്കാട്, കോഴിക്കോട്, എറണാകുളം എന്നീ ജില്ലകളിൽ ലഞ്ച് ബോക്സുമായി ബന്ധപ്പെട്ട് ലഞ്ച് ബോക്സിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഭക്ഷണ വിതരണ പദ്ധതി തൃശ്ശൂരിൽ നിന്നും മാറിക്കൊണ്ട് മറ്റുള്ള ജില്ലകളിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പുത്തമ്പള്ളിയുടെ പരിസരത്താണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായി കൊടുക്കുന്നത് 6 മണിക്ക് ഇവിടെയാണ് കൊടുക്കുന്നത്, നമ്മുടെ പടിഞ്ഞാറക്കോട്ട, പിന്നെ വടക്കേ സ്റ്റാൻഡ്. അത് ഇപ്പോൾ പുത്തമ്പള്ളി പരിസരത്ത് നിന്ന് ഇനിയിപ്പോൾ കൊടുക്കുന്നത് ശക്തൻ സ്റ്റാൻഡ് പരിസരത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ദിനം പ്രതി കൊടുക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പേര് തൃശ്ശൂരിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. വ്യക്തികൾ, ഇടത്തരം തൊഴിലാളികൾ, ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഒരുപാട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുള്ള ആൾക്കാരൊക്കെ ദിനം പ്രതി ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ സ്പോൺസർ ചെയ്യാറുണ്ട്. അത് ഞങ്ങളുടെ സംഘടനയുടെ ഒരുപാട് അംഗീകാരമുള്ള സംഘടനയാണ്. നീതി ആയോഗ്, ATT12, അതുപോലെ തന്നെ ISO സർട്ടിഫിക്കേഷൻ ഉള്ള സ്ഥാപനമാണ് യെസ് ഇന്ത്യ ഫൗണ്ടേഷൻ. 3 ലക്ഷത്തിലധികം സൗജന്യ ഭക്ഷണ പൊതികൾ കൊടുത്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ചാരിതാർത്ഥ്യമുള്ള സംഭവമാണ്. ഇതിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്താനുണ്ട്. ഇവിടുത്തെ ഒരുപാട് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ചെറുകിട വ്യാപാരം നടത്തുന്നവർ, സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ പെയിൻറ് തൊഴിലാളികൾ, അഭിഭാഷകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്മാർ, ഒരുപാട് പേര് ഇതിൽ സഹകരിക്കാറുണ്ട്. ജസ്റ്റ് ഞങ്ങൾക്ക് ദിനം പ്രതി ഈ ഭക്ഷണത്തിന് ഞങ്ങൾ ചെയ്യുന്ന എഫർട്ടിന് ഒപ്പം നിൽക്കുന്നത് അവരുടെ സഹകരണം മൂലമാണ്. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു തമാശയ്ക്കോ ഫോട്ടോയിലോ വീഡിയോയിലോ വരാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടില്ല. അത് ദിനം പ്രതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അജണ്ട, മനസ്സറിഞ്ഞ് തീർത്തും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. 1000-ൽ പരം ദിവസങ്ങൾ, 3 വർഷങ്ങൾ, 3 ലക്ഷത്തിലധികം ഭക്ഷണപ്പൊതികൾ. ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനുള്ള ആത്മവിശ്വാസം തൃശ്ശൂർ നഗരാവലി ഞങ്ങൾക്ക് തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ യെസ് ഇന്ത്യ ഫൗണ്ടേഷൻ ജനറൽ മാനേജറാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ പൊതുജനങ്ങളുടെയും സഹകരണം ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.